വന്നില്ലേ? ഇവിടെ തന്നെയാണല്ലോ വരാൻ പറഞ്ഞത്. അയ്യേ, ഈ അരവിന്ദ് ഇതെന്തായി കാണിക്കുന്നേ? അരവിന്ദ്, അരവിന്ദ് എന്തു പറ്റി? എന്തിനിങ്ങനെ തല കുമ്പിട്ട് നിൽക്കുന്നേ? എന്നോട് വരാൻ പറഞ്ഞിട്ട് പെണ്ണ് കാണലിന് ചെക്കന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്ന പെണ്ണിനെ പോലെ നിൽക്കുകയാണല്ലോ. എന്താ കാര്യം? അത് മാഡം, എനിക്കങ്ങനെ അല്ല പറയണമെന്നറിയില്ല. അല്ല പറയാം, അത് പക്ഷേ പറയാനുള്ളത് എനിക്കങ്ങോട്ട് കിട്ടുന്നില്ല. എങ്കിൽ പിന്നെ ഞാൻ പോവാം. അല്ല പോലെ മേഡം, പോലെ പറയാം. അല്ല പറയാം. കണ്ണടച്ചാലും നീ, കണ്ണ് തുറന്നാലും നീ, മനസ്സിനുള്ളിൽ നീ, നീ മാത്രം. ഇതൊരു തമിഴ് പാട്ട് മലയാളത്തിലാക്കിയതല്ലേ? ഒറിജിനൽ പാട്ട് കേട്ടിട്ടുണ്ടല്ലേ? അരവിന്ദ് എന്നോട് വരാൻ പറഞ്ഞത് എന്തിനാ? കാര്യം എന്താന്ന് പറയാതെ ഇങ്ങനെ പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? മേഡത്തോട് മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് തുടങ്ങാന്ന് വെച്ചു. ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. സോറി മേഡം, ഞാൻ വളച്ചു കെട്ടാതെ കാര്യം പറയാം. മേഡത്തിന് വേണ്ടി ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. സാധനം കൊണ്ടുവന്നോ? എന്ത് സാധനം? അതൊക്കെയുണ്ട്. ഇഷ്ടായ? കണ്ടോ? എങ്ങനുണ്ട്? മേഡത്തിന് വേണ്ടി ആഗ്രഹിച്ച് മോഹിച്ച് വാങ്ങിയതാ ഞാൻ. മേഡത്തിന്റെ കാലിന് മാത്രം ചേരുന്ന ഈ പാദസരം കണ്ടോ? ഇഷ്ടപ്പെട്ടോ? സോറി അരവിന്ദ്, എനിക്ക് പാദസരം ഇടുന്ന ശീലമില്ല. അത് കുഴപ്പമില്ല, ഇനി ഇട്ട് ശീലിക്കാലോ. എനിക്ക് പാദസരം ഇടുന്നത് ഇഷ്ടമല്ല. എന്താ ഇഷ്ടമില്ലാത്ത? പാദസരം ഇടുന്നത് നല്ലതല്ലേ? ഇതുവരെ കാലിൽ പാദസരം എടുത്ത മേഡം ഞാൻ വാങ്ങിയതിട്ടാൽ എനിക്ക് ഭയങ്കര സന്തോഷാവും. ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ആദ്യമായി വാങ്ങിക്കൊടുക്കുന്ന ഗിഫ്റ്റാ. അതെന്തായാലും അവനും അവളും അവസാനം വരെ ഓർത്തിരിക്കും. നമ്മുടെ ഓർമ്മയിലും ഈ പാദസരം ഉണ്ടാവണം. അതിനുവേണ്ടി വാങ്ങിയതാ ഇത്. മേഡം ഇത് വാങ്ങണം. മേഡം പ്ലീസ്. ശരി, തന്നിക്ക്. അയ്യോ അങ്ങനെയല്ല മേഡം. പിന്നെ ഇഷ്ടപ്പെട്ടയാൾക്ക് വാങ്ങിയ പാദസരം കയ്യിൽ കൊടുക്കാൻ പാടില്ല. ലവേഴ്സ് റൂളാ അത്. അത് തെറ്റിക്കാൻ പാടില്ല. അരവിന്ദ് എന്തൊക്കെയാ പറയുന്നത്? മേഡത്തിന്റെ കാലിങ്ങോട്ട് വെച്ചാ ഞാൻ ഈ പാദസരം കാലിലിട്ട് തരാം.